ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ സുവിശേഷ ഭാഗം മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നത് ബെത്സയിദയിൽ ഈശോ എത്താൻ നേരത്ത് ഒരു അന്ധരായ മനുഷ്യന് കാഴ്ച കൊടുക്കുന്ന ഒരു രംഗമാണ്. ബെത്സയിദയിൽ ഈശോ എത്തിയപ്പോൾ കുറേ പേര് കാഴ്ചയില്ലാത്തൊരു മനുഷ്യനെ ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. ഈശോയെ, നീ അവനൊന്ന് സ്പർശിക്കണമേ, അവന് കാഴ്ച കൊടുക്കണമേ എന്ന് ഈശോയോട് അപേക്ഷിക്കുകയാണ്. അവരുടെ വാക്ക് കേട്ട് ഈ മനുഷ്യനെ അടുത്ത് വിളിക്കുകയും അവൻ്റെ കണ്ണുകൾ തുപ്പുകയും പിന്നെ ഒരു ഹീലിങ്ങിൻ്റെ പ്രോസസ്സാണ്. അത് അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? അവൻ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്, പക്ഷേ അവർ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു. നടക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്, പക്ഷെ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു, വ്യക്തമല്ല. പിന്നീടും ഈശോ അവൻ്റെ മേൽ കൈകൾ വെക്കുകയാണ്. പിന്നീട് അവന് കാഴ്ച മുഴുവനായിട്ട് തിരിച്ചു കിട്ടുന്നു. ആദ്യം മനുഷ്യരെ കാണുന്നത് മരങ്ങളെപ്പോലെയാണ്, കാഴ്ച വ്യക്തമായിരുന്നില്ല. പിന്നീട് ഈശോ തൊട്ട് കഴിഞ്ഞപ്പോൾ കാഴ്ചകളൊക്കെ സുന്ദരമായി. മനുഷ്യരെ അവരായിരിക്കുന്ന രീതിയിൽ തന്നെ കാണാനായിട്ടും ഉൾക്കൊള്ളുവാനായിട്ട് ആ മനുഷ്യന് പറ്റുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴും ഒരുപക്ഷെ നമ്മുടെ ചുറ്റുമുള്ളവരിൽ നമുക്കും നമ്മൾ കാണുന്ന മനുഷ്യരിലും നമ്മളും ചിലപ്പോൾ നമ്മുടെ കാഴ്ചകളും വ്യക്തമാണോന്നില്ല. ഒത്തിരി സന്തോഷിച്ചും ചിരിച്ചുമൊക്കെ നടക്കുന്ന മനുഷ്യരുടെ ചിലപ്പോൾ അവരുടെ ഉള്ളെന്ന് പറയുന്ന ഹൃദയം എന്ന് പറയുന്നത് ഒരുപക്ഷെ മുറിവേറ്റതായിരിക്കാം, തകർന്നതായിരിക്കാം. പക്ഷേ പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ കൊണ്ട് നമ്മളും തെറ്റിദ്ധരിക്കാറുണ്ട് അവർ സന്തോഷത്തിലുള്ളവരാണ്. ഇന്നത്തെ ദിവസം നമുക്കും നമ്മുടെ കാഴ്ചയും നമ്മുടെ ഉൾക്കാഴ്ചയും ഒന്നുകൂടി തെളിയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കാണാതെ പോകുന്ന കാര്യങ്ങൾ വരാൻ നേരത്ത് നമ്മൾ ഏറ്റവും ആദ്യം ഓടി ചെല്ലുന്നൊരു വിശുദ്ധ അന്തോണീസ് പുണ്യാളനാണ്. നമ്മൾ അങ്ങനെ ഒരു മധ്യസ്ഥ ശക്തി വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ കൊടുത്തിട്ടുണ്ട്. കാണാതായ കാര്യങ്ങൾ കണ്ടു കിട്ടാനായിട്ട് ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ കാണാറുണ്ട്, പോകാറുണ്ട്, കണ്ടുകിട്ടാൻ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ ഇന്നേ ദിവസം നമുക്ക് ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ കാണാതെ പോയിട്ടുണ്ട്, അതെപ്പോഴെങ്കിലൊക്കെ തിരിച്ചു കിട്ടിക്കോളും, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ കാണേണ്ട പലതും കണ്ടില്ലെന്ന് ഞാൻ നടിക്കാറുണ്ട്. അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ കുറേ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ ബാല്യത്തിൻ്റെ വിശുദ്ധിയായിരിക്കാം, എൻ്റെ ആത്മാർത്ഥതയായിരിക്കാം, സത്യസന്ധതയായിരിക്കാം, നിഷ്കളങ്കതയായിരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞിലുണ്ടായിരുന്ന എൻ്റെ പ്രാർത്ഥനയായിരിക്കാം. അങ്ങനെ നഷ്ടപ്പെട്ടു പോയത് കണ്ടുകെട്ടാൻ ഇന്നത്തെ ദിവസം നമുക്കൊന്ന് ശ്രമിക്കാം. അല്ലെങ്കിൽ എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടു പോയെന്ന് നമുക്കൊന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റണം. വേറെയുള്ളത് എൻ്റെ കണ്ണ്, ഞാനും ചിലപ്പോൾ അന്ധരാകാറുണ്ട്. ചില കാര്യങ്ങൾ ഞാൻ കാണേണ്ട കാര്യങ്ങൾ വരുമ്പോൾ കണ്ടില്ലെന്നടിക്കും. എൻ്റെ ചുറ്റുമുള്ള ചിലരുടെ നിലവിളികളായിരിക്കാം, അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി പോരാടുന്നവരുടെ ആയിരിക്കാം. എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അതെല്ലാം ഞാൻ ചിലപ്പോൾ കണ്ടില്ലെന്നടിക്കും. അങ്ങനെ വരുമ്പോഴും എൻ്റെ ഈശോയെ, എൻ്റെ കാഴ്ച, എൻ്റെ ഉൾക്കാഴ്ച, നീ തുറക്കണമേ, എൻ്റെ കണ്ണ് നീ സ്പർശിക്കണമേ. ഞങ്ങളുടെ മുമ്പിൽ വരുന്നവരുടെ ഉള്ളു തിരിച്ചറിയാൻ ഞങ്ങൾക്കാകട്ടെ. ഏതോ ഒരു സമയങ്ങളിൽ ഞാൻ പോലും അറിയാതെ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ബാല്യത്തിൻ്റെ വിശുദ്ധിയും നിഷ്കളങ്കതയും ആത്മാർത്ഥതയും സത്യസന്ധതയും എൻ്റെ പ്രാർത്ഥനയും ഒക്കെ കണ്ടെത്തുവാനും അത് തിരിച്ചു പിടിക്കുവാനും നമുക്കാകട്ടെ. അതുപോലെ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി കാണാനും തീരുമാനങ്ങൾ എടുക്കുവാനും നമുക്കാകട്ടെ. ഈശോ നമ്മുടെ ബാഹ്യമായ കണ്ണുകളെയും ആന്തരികമായ കണ്ണുകളെയും സ്പർശിച്ച് തുറക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.